കാബേജ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെയിൻ ഐറ്റമാണ് കാബേജ് തോരൻ. അടിപൊളി ടേസ്റ്റാണ്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ എല്ലാവരും കഴിക്കുന്നതാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എന്നാലും ഒന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് കാബേജ് തോരൻ. ഞാൻ എടുത്തത് ഒരു ചെറിയ കാബേജാണ്. അത് ചെറുങ്ങനെ കട്ട് ചെയ്തു. എത്രയും ചെറുതായി കട്ട് ചെയ്യുന്നോ അത്രയും നല്ലത്. എന്നാൽ ടേസ്റ്റ് കൂടുകയും ചെയ്യും, വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. അതിലേക്ക് 5-6 പച്ചമുളക് കട്ട് ചെയ്തെടുത്തു. പച്ചമുളക് നല്ല ഓറഞ്ച് കളറായി വരുന്നുണ്ട്, നല്ല സ്റ്റൈല്. പിന്നെ ഒരു ഉള്ളിയും സവാള, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചിരകിയതും കൂടെ എടുക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് സാധാ ചെയ്യുന്ന പോലെ തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചല്ല, അതിന് മുമ്പേ നമുക്ക് ഇതിടാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ലാസ്റ്റ് ഇടാം, ഫസ്റ്റ് ഇടാം. ഞാൻ മിഡിലായിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത്. ഇനി അരിഞ്ഞു വെച്ച കാബേജ് ഇട്ട് കൊടുക്കാം. കാബേജ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും കടുകും വെളിച്ചെണ്ണയും എല്ലാം ഒന്ന് കാബേജിലേക്ക് മിക്സ് ആകണം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾ കാബേജിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ ഒരുവിധം എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാവരും എത്തിക്കോളും. ഇനി നമുക്കൊന്ന് ഈ കാബേജ് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഈ തോരൻ്റെ മെയിൻ ടേസ്റ്റ് കിട്ടുന്നത് ഈ തേങ്ങ ചിരകിയിൽ നിന്നാണ്. ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഈ വീഡിയോയിൽ വന്നിട്ടില്ല. ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മുടെ കാബേജ് തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വെള്ളം ചേർത്തിട്ട് കുറച്ച് സമയം മൂടി വെച്ച് വേവിപ്പിച്ചാൽ മതി, അങ്ങനെ വേഗം വെന്ത് കിട്ടും. ഇതാണ് കാബേജ് തോരൻ. ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ.